അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. രാജ്യസുരക്ഷയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇവിടെ നീങ്ങുന്നതിനിടയിൽ ഇപ്പോൾ പല രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും ദേശീയ ശ്രദ്ധേയമാകുന്നു. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. അനധികൃത നുഴഞ്ഞുകയറ്റവും കുടിയേറ്റവും സംബന്ധിച്ച ആശങ്കകൾ ശക്തമാകുന്നതിനിടയിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേനയുടെ ഉന്നത തലവൻ തമ്മിൽ ഇപ്പോൾ അതീവ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നടത്തിയിരിക്കുന്നത്. ഇതാകട്ടെ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ മുൻപ് ഭരിച്ചിരുന്ന തൃണമൂൽ സർക്കാർ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാർക്ക് സംരക്ഷണം നൽകിയതായും അവർക്ക് റേഷൻ കാർഡും മറ്റ് അവിടെ ഔദ്യോഗികമായ തിരിച്ചറിയൽ രേഖകളും ലക്ഷ്യമാക്കി തന്നെ ജനസംഖ്യാ ഘടനയിൽ പോലും മാറ്റം വരുത്തിയതായി തന്നെ ഇവിടെ കാലങ്ങളായി തന്നെയുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അതിർത്തി മേഖലയിലെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ അനധികൃത കുടിയേറ്റം, അതിർത്തി വേലി ശക്തിപ്പെടുത്തൽ, സുരക്ഷാ സഹകരണം എന്നിവയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രധാനമായും തന്നെ ഇവർ ചർച്ച ചെയ്യപ്പെടുന്നത്. യോഗത്തിനിടെ തന്നെ ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക സന്ദർശനവും കത്തും അമിത്ഷായ്ക്ക് കൈമാറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ അനധികൃത കുടിയേറ്റം, മനുഷ്യക്കടത്ത്, അതിർത്തി സുരക്ഷാ ലംഘനങ്ങൾ എന്നിവ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയം കൂടുതൽ പ്രാധാന്യം നേടുന്നത്. അതേസമയം പശ്ചിമ ബംഗാളിൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നൽകിയത്. പിന്നാലെയാണ് ഇപ്പോൾ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന അനധികൃത കുടിയേറ്റം തടയേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞത്. അതിർത്തി പ്രദേശങ്ങളിലെ ജനസംഖ്യ മാറ്റം, സുരക്ഷാ വെല്ലുവിളികൾ, ദേശീയ സുരക്ഷാ ആശങ്കകൾ എന്നിവയെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൈവരിക്കുകയാണ്. അതേപോലെ തന്നെ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ തന്നെ അതിർത്തി നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാകുമെന്നതാണ്, അനധികൃത പ്രവർത്തനങ്ങൾ തടയുവാനും കഴിയുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെയും ഈ ചർച്ച സ്വാധീനിക്കുന്നുണ്ട്. അതിർത്തി സുരക്ഷയും ദേശീയ സുരക്ഷയും സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് എന്ത് തീരുമാനങ്ങളാണ് പുറത്തു വരുന്നത് എന്നതിലേക്കാണ് ഇപ്പോൾ രാജ്യം മുഴുവനായി തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിർത്തി കടന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം വെറും ഒരു സാധാരണ അതിർത്തി പ്രശ്നമല്ല എന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സന്തുലിതാവസ്ഥയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണ് എന്നും ആസാം അതേപോലെ പശ്ചിമ ബംഗാൾ അതിർത്തികളിലെ സമീപകാല സംഭവങ്ങൾ ഇവിടെ എടുത്ത് വെളിവാകുന്നതാണ്. കഴിഞ്ഞ ദിവസം ആസാമിലെ കാച്ചാർ ജില്ലയിൽ അതിർത്തിക്ക് സമീപം തന്നെ പുല്ല് ശേഖരിക്കുകയായിരുന്ന രഞ്ജിത് ദാസ് എന്ന ഇന്ത്യൻ പൗരനെ ബംഗ്ലാദേശ് അനുകൂല ശക്തികൾ അവിടെ പകൽ വെളിച്ചത്തിൽ തന്നെ തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയതാകട്ടെ വലിയ ഉത്കണ്ഠയ്ക്ക് കാരണമായിരിക്കുകയാണ്. പിന്നീട് അതിർത്തി രക്ഷാസേനകൾ തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഇയാളെ തിരികെ വിട്ടയച്ചിരിക്കുന്നത്. സമാനമായി തന്നെ മേഘാലയയിലെ മഹേന്ദ്രഗഞ്ച് അതിർത്തിയിൽ അനധികൃതമായി തന്നെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശികളെ തിരികെ സ്വീകരിക്കാൻ ബംഗ്ലാദേശ് അതിർത്തി സേനയും പ്രദേശവാസികളും വിസമ്മതിച്ചതോടുകൂടി തന്നെ മണിക്കൂറുകളോളം തന്നെ അവിടെ വലിയ രീതിയിൽ കുടുങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥ വന്നതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മുൻപും സമാനമായ രീതിയിൽ ഒരു മുതിർന്ന വ്യക്തി 20 മണിക്കൂറിലധികം തന്നെ അവിടെ അതിർത്തിയിൽ കുടുങ്ങിക്കിടന്നിട്ടും ബംഗ്ലാദേശ് അധികൃതർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.